നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെല്ലാവർക്കും പ്രിയപ്പെട്ട സിപ്പപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സിപ്പപ്പ് കവർ കയ്യിലില്ലെങ്കിൽ പോലും നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. 10 ഫ്ലേവേഴ്സാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കുന്ന സെയിം ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാനും അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. പിന്നെ ആരെങ്കിലും ഈ ചാനൽ ഇന്ന് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി ഒരു കുഞ്ഞു ബെല്ലിൻ്റെ ചിത്രം കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്യാനും അതിൻ്റെ കൂടെ ഓപ്പണായി വരുന്ന ബോക്സിൽ ഓൾ എന്ന് ടിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒന്ന് വേഗം തന്നെ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ സിപ്പപ്പ് റെഡിയാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് ഫ്രഷ് ജ്യൂസ് വെച്ചിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു ഇത്തിരി കറുത്ത മുന്തിരി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇതിലോട്ടേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരം അത്യാവശ്യം കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണിനടുത്ത് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇതിലോട്ട് ഒരു 2 നുള്ള് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത്, ഒരിത്തിരി മാത്രം. അതുപോലെ തന്നെ ഒരു 2 പിഞ്ച് ഉപ്പ് ചേർക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒത്തിരി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നല്ല ലൂസായിട്ട് വേണമെന്ന് ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്തിട്ട് നിങ്ങൾക്ക് അടിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇത് മിക്സിയുടെ ജാറിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. മുന്തിരി നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഇത് നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തത് നമ്മൾ മാതളം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാനൊരു ഇത്തിരി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിനകത്തോട്ടേക്ക് 2 പുതിനയില കഴുകിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഒരു 1/4 ടീസ്പൂണിനടുത്ത് ചെറുനാരങ്ങയുടെ നീര് കൂടി ഇതിനകത്തോട്ടേക്ക് ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂണിനടുത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം നോക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒത്തിരി ചേർക്കേണ്ട, മാതളമായതുകൊണ്ട് തന്നെ ഒരു ഇത്തിരി ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ മാതളം ഞാൻ നന്നായിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഓറഞ്ച് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഓറഞ്ചോ മൂസമ്പിയൊക്കെ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. കുരു ഉള്ളതാണെങ്കിൽ ആ കുരു ഒന്ന് കളഞ്ഞെടുത്ത് അടിച്ചെടുക്കുമ്പോഴായിരിക്കും കൂടുതൽ നല്ലതില്ലെങ്കിൽ ഒരു കയ്പ്പ് രസം വരാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഒരു ഓറഞ്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ ഒരു 2 പുതിനയില കൂടി ചേർത്തിട്ടുണ്ട്. ഈ പുതിനയില നമ്മുടെ ജ്യൂസിനകത്ത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ആ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഇനി മധുരം ഞാനൊരു 2.5 ടേബിൾ സ്പൂണിനടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഓറഞ്ച് അധികം മധുരം ഇല്ലാത്തതാണ്. അപ്പോൾ 2.5 ടേബിൾ സ്പൂണിനടുത്ത് ചേർക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഓറഞ്ച് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. നമ്മൾ മാങ്ങ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മാങ്ങ നിങ്ങൾക്ക് സാധാരണ പഞ്ചസാരയും വെള്ളവും മാത്രം ചേർത്തിട്ട് അടിച്ചെടുത്തിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ മാങ്ങക്ക് അത്ര ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പാലിനകത്താണ് ചെയ്യുന്നത്. പാലൊന്ന് തിളപ്പിച്ചതിന് ശേഷം ചൂടാറിയിട്ടുള്ളതാണ്. അപ്പോൾ ഫ്രഷ് മിൽക്ക് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ മാങ്ങ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം തിക്കായിട്ട് തന്നെയാണ് അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പാലാണെങ്കിലും വെള്ളമാണെങ്കിലും കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് അടിച്ചെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ തണ്ണിമത്തം വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഒരു ഇത്തിരി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിലോട്ടേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 2-2.5 ടേബിൾ സ്പൂണിനടുത്ത് പഞ്ചസാര ചേർക്കാം. അപ്പോൾ പഞ്ചസാര ചേർത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് കുത്തി ഉടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തണ്ണിമത്തൻ്റെ പഞ്ചസാരയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ടേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്ത് അടിച്ചെടുക്കുമ്പോൾ നമ്മുടെ തണ്ണിമത്തനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇത് നമ്മൾ മുന്നേ ഇതിൻ്റെ ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാനൊരു 2 പിഞ്ച് ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മിക്സിക്കകത്തോട്ടേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ തണ്ണിമത്തൻ ഞാൻ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇനി കടകളിൽ നിന്നൊക്കെ പാല് വെച്ചിട്ടുള്ള സിപ്പപ്പ് നമ്മൾ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. അത് സാധാരണ എസൻസ് വെച്ചിട്ടാണ് ചെയ്യാറ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ 1 കപ്പ് പാല് ഒന്ന് തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ളതാണ്. ഇനി ഇതിനകത്തോട്ടേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സിപ്പപ്പ് സാധാരണ പാലും അതിനകത്ത് എസൻസും ചേർത്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂണിനടുത്ത് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1.5 ടേബിൾ സ്പൂണിനടുത്ത് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര മാത്രം ചെയ്തിട്ട് ചേർക്കാം. പക്ഷേ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി കണ്ടൻസ്ഡ് മിൽക്കും പാൽപ്പൊടിയൊക്കെ ആയിട്ട് നല്ലതുപോലെ ഈ പാലുമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 ബൗളിനകത്തോട്ടേക്കായിട്ട് ഇത് ഈക്വലി ഡിവൈഡ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാല് ഞാൻ ഈക്വലി ഒരു 5 പാത്രത്തിനകത്തോട്ടേക്കായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്ന എസൻസ് ഒന്ന് നോക്കാം.
അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഇതുപോലെയുള്ള എസെൻസ് വാങ്ങിക്കാൻ കിട്ടും. ഇവിടെ ഞാനിപ്പോൾ പിസ്ത ഉപയോഗിക്കുന്നുണ്ട്, ബട്ടർ സ്കോച്ച്, അതുപോലെ സ്ട്രോബെറി, പിന്നെ ഒരു ചോക്ലേറ്റ് മിക്സ് ആണ്. പിന്നെ ഒന്നിനകത്ത് നമ്മൾ നമ്മുടെ ഏലക്കപ്പൊടി വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എസെൻസിൻ്റെ ഒന്നും ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് സാധാരണ ഏലക്കപ്പൊടി വെച്ചിട്ട് ചെയ്തെടുത്താലും മതി. നമുക്കിത് പാലിനകത്തോട്ടേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ ബൗളിനകത്തോട്ടേക്ക് ഞാൻ ചോക്ലേറ്റ് ഫ്ലേവറാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ഡ്രോപ്പ് ചേർക്കാം. അപ്പോൾ ഇതിനകത്തോട്ടേക്ക് ഞാൻ സ്ട്രോബെറി എസെൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. 2 ഡ്രോപ്പ് ബട്ടർ സ്കോച്ച്. ഇനി ഇതിലോട്ടേക്ക് ഒരു 1/2 ടീസ്പൂണിനടുത്ത് ഏലക്കപ്പൊടി ചേർക്കാം. ഇനി എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാല് വെച്ച് ചെയ്തിട്ടുള്ളതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് സിപ്പപ്പ് കവറിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് സീൽ ചെയ്തെടുക്കാം. അപ്പോൾ സിപ്പപ്പ് കവർ ഞങ്ങൾക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു കവറാണിത്. അപ്പോൾ ഇതിന് നമ്മൾ എടുത്തിരിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. നമ്മൾ തുണിയൊക്കെ പൊതിഞ്ഞുകൊണ്ടിരുന്ന കവറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെയുള്ള സാൻഡ്വിച്ച് ബാഗാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ ഇപ്പോൾ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കീറി വരുന്ന ആ ഒരു ഭാഗം ഞാനൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സിപ്പപ്പ് കവർ ഇല്ലാത്തവർ ഇതുപോലെ ചെയ്തെടുക്കുക. സിപ്പപ്പ് കവർ വാങ്ങിക്കാൻ കിട്ടാനുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, അതുപോലെ ചെയ്തെടുത്താലും മതി. ഇനി നമുക്കിതൊന്ന് ഫില്ല് ചെയ്യാം. ഇനി ഞാനൊരു ഗ്ലാസ്സിനകത്തോട്ടേക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും നമുക്ക് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കവറിനകത്ത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഏകദേശം കുറച്ച് ഭാഗം ഇതുപോലെ ഏകദേശം ഈ ഒരു ഭാഗത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഫില്ല് ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ്സിനകത്തോട്ടേക്കാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് സീൽ ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് മടക്കി എടുത്തതിന് ശേഷം മെഴുകുതിരിക്ക് കാണിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ 10 ഫ്ലേവേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിനകത്തോട്ടേക്ക് വെക്കാം. ഫ്രിഡ്ജിൽ നമ്മൾ ഫ്രീസറിനകത്ത് വെച്ചിട്ട് വേണം തണുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 4-5 മണിക്കൂർ എടുക്കുക ഇത് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് കറക്റ്റ് സെറ്റായ ടൈം ഞാനിതൊന്ന് റെഡി ആയതിന് ശേഷം പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ സിപ്പപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ഒരു 5 മണിക്കൂറാണ് എടുത്തിട്ടുള്ളത് ഇത് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. ശരിക്കും നമ്മൾ മുന്നേ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന സെയിം ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഫ്രഷ് ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. കുറച്ചുകൂടി തിക്കായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.